ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സോന ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചരിത്ര പ്രസിദ്ധമായ റെയറോം മഖാം ഉറൂസ് ജനുവരി 1 മുതൽ 5 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചിരിക്കുകയാണ്. പൂർണ്ണമായും ഹരിത പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും ഉറൂസിൻ്റെ പരിപാടികൾ നടക്കുക. ബുധനാഴ്ച രാവിലെ 8 മണിക്ക് മഹല്ല് പ്രസിഡന്റ് MA ഖലീൽ റഹ്മാൻ പതാക ഉയർത്തും. രാത്രി 7 മണിക്ക് മജ്ലിസ് നൂർ ആത്മീയ സദസ് മഹല്ല് ഗത്തീഫ് തൻസീർ അൽ ഖാസിമി ഉദ്ഘാടനം ചെയ്യും. വ്യാഴാഴ്ച രാത്രി 7 മണിക്ക് ദിക്ർ ദുആ മജ്ലിസ് മാണിയൂർ അബ്ദുള്ള ബാഗവി ഉദ്ഘാടനം ചെയ്യും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 ഗത്തം ദുആ അബൂബക്കർ ഫൈസി ഇർഫാനി ഉദ്ഘാടനം ചെയ്യും. വൈകുന്നേരം 4 മണിക്ക് ഖുറാൻ കോളേജ് പ്രവാസി കുടുംബ സംഗമം KPP തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. അബ്ദുൽ ഷുക്കൂർ ഫൈസി പ്രഭാഷണം നടത്തും. KV ഇബ്രാഹിം മൗലവി മുഖ്യാതിഥിയാവും. രാത്രി 7 മണിക്ക് സ്വലാത്ത് വാർഷികം സയ്യിദ് അസ്ലം തങ്ങൾ അൽ മഖ്ഷൂർ ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് മൗലീദ് പാരായണം, 1:30 അന്നദാനം. അമ്പലത്തിൻ്റെ ഉത്സവമുണ്ട്, അവരെ വിളിച്ച് ചർച്ച ചെയ്യുന്നു. അപ്പോൾ തുടക്കം ഇവിടുന്ന് ആയിക്കോട്ടെ, ഇവിടുന്ന് തന്നെയാണ് ആദ്യം നമ്മുടെ സാംസ്കാരിക പ്രവർത്തനം തുടങ്ങുന്നത്. ആദ്യം അതുകൊണ്ടൊരു മാതൃകയായിരിക്കണം. ഇത് കണ്ടിട്ട് പിന്നെ നമ്മൾ പള്ളിയിലും ഉള്ള ഇതിലും പറയണം, അമ്പലത്തിലും പറയണം. അപ്പോൾ ഇനി എന്തെങ്കിലും സഹായം, ഇപ്പം ഹരിതകർമ്മസേനക്കാർ നമ്മൾ 33 പേരുണ്ട്, എന്തെങ്കിലും സഹായം പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് വേണമെങ്കിൽ അത് തീർച്ചയായിട്ടും ആവശ്യപ്പെടാവുന്നതാണ്. ഈ പറഞ്ഞ പോലെ ചെയർമാൻ തന്നെ പറഞ്ഞു, ഈ കഴിയുന്ന പ്ലാസ്റ്റിക്കുകൾ 100% ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും വലിച്ചെറിയുന്നതും പിന്നെ ഈ ദുരുപയോഗം ചെയ്യുന്നത് നമ്മൾ കർശനമായിട്ട് നമ്മൾ ഒഴിവാക്കണം. ഒരിക്കലും കത്തിക്കരുത്, ശേഖരിച്ച് വെക്കുക. ശേഖരിച്ച് വെച്ചിട്ട് ഹരിതകർമ്മസേനയെ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി അടക്കം വന്നിട്ട് അത് ഇട്ടുകൊണ്ട് പോയി അത് മാലിന്യ ക്ലീനിലേക്ക് കൊടുത്ത് കൈകാര്യം ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വൃത്തിയുടെ കാര്യം, വെള്ളം ഇപ്പം മാരകമായ പിന്നെ രോഗങ്ങൾ പടർന്നുകൊണ്ട് വെള്ളത്തിലൂടെയാണ്. ഇപ്പം മഞ്ഞപ്പിത്തം, മുണ്ടിനീര്, നിരവധി രോഗങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇവിടെ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി അത് നമ്മൾ നിർബന്ധപൂർവ്വം അത് ചെക്ക് ചെയ്യാൻ പിടിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഇതാണ്, ഇപ്പം മുണ്ടിനീര് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ പഞ്ചായത്ത് ഓഫീസ് തന്നെ ഇത് മുണ്ടിനീര് ബാധിച്ച ആൾക്കാരുണ്ട്. അപ്പം വളരെ ഗൗരവത്തിൽ ഉപയോഗിക്കുന്ന വെള്ളവും ഭക്ഷണവും കൊടുക്കുന്ന കാര്യത്തിലും അത് കർശനമായി നിയന്ത്രിക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ പിന്നെ പ്ലേറ്റുകൾ ഉപയോഗിച്ചിരുന്നു. ഇപ്രാവശ്യം പ്ലേറ്റുകൾക്ക് പകരം നമ്മൾ പഞ്ചായത്തിൽ വേണമെങ്കിൽ കുടുംബശ്രീ സംവിധാനത്തിൽ എത്ര പ്ലേറ്റുകൾ വേണമെങ്കിലും 5000 പ്ലേറ്റ് വേണമെങ്കിൽ 5000 പ്ലേറ്റ് അത് തരാനുള്ള ഉണ്ട്. അല്ലെങ്കിൽ കാറ്ററിംഗ് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞിട്ട് പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ പരമാവധി ഉപയോഗിക്കുക. അതുപോലെ പേപ്പർ ഗ്ലാസുകളും പിന്നെ സ്റ്റീൽ ഗ്ലാസുകൾ എത്ര വേണമെങ്കിലും തരാൻ പഞ്ചായത്തിൻ്റെ കയ്യിലുണ്ട്. അതെല്ലാം നിങ്ങൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അത്തരം വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമുക്കൊരു മാതൃ ഇവിടെ ഇന്നത് ചെയ്തു കാണിച്ചു കൊടുത്തു, ലോകത്തിൽ ഒരു മാതൃ പിന്തുടരാൻ പറ്റുന്ന ഒരു സംഭവമാക്കി മാറ്റാൻ നിങ്ങളുടെ വിലയേറിയ ഒരു സഹകരണം പഞ്ചായത്തിന് ഉണ്ടാകണം മാത്രമാണ് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. കേരള സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടുള്ള ആലക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു മീറ്റിംഗാണ്. ഈ മീറ്റിങ്ങിൻ്റെ പ്രാധാന്യം ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇവിടെ വിശദമായി സൂചിപ്പിക്കും. നമ്മളെ സംബന്ധിച്ച് ഈ വർത്തമാനകാലം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രയാസം എന്ന് പറയുന്നത് രോഗങ്ങൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ആളുകളിൽ പ്രതീക്ഷിക്കാത്ത വലിയ രോഗങ്ങൾ കണ്ടുവരുന്നു എന്നുള്ളത്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾ വരികയാണ്. അപ്പോൾ ആ സമയത്താണ് സർക്കാർ പറയുന്നത് മാലിന്യമുക്ത നവകേരളം എന്നൊരു ക്യാമ്പയിനുമായി പോവുകയാണ്. എന്താണ് ക്യാമ്പയിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അധികമൊന്നുമില്ല. അതിനകത്ത് പറയുന്നത് പ്രധാനമായും ക്യാൻസർ വരാൻ കാരണം പ്ലാസ്റ്റിക് കത്തിക്കുമ്പോഴുള്ള പുകയാണ്. അതായത് പ്ലാസ്റ്റിക്കിൻ്റെ ദുരുപയോഗം കൊണ്ട് വലിച്ചെറിയുമുള്ള പ്രയാസങ്ങളാണ് ഈ രോഗം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉറൂസായാലും ആഘോഷങ്ങളായാലും എല്ലാം അത് വളരെ കൃത്യമായി നടക്കണം. ഒരു ഭാഗത്ത് ആഘോഷങ്ങളുണ്ടാവണം നാടുകളിൽ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ആഘോഷങ്ങൾ കഴിയുമ്പോൾ എവിടെയെങ്കിലും പ്ലാസ്റ്റിക് വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മുടെ ഈ മേഖലയിൽ ഇപ്പോൾ കുടുംബശ്രീ ആയാലും മറ്റ് മേഖലകളിൽ ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോന ഗോൾഡ്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.